അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ട്രംപിന്റെ വിവിധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. നാടുകടത്തൽ, ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കൽ, പ്രധാനപ്പെട്ട വകുപ്പുകളുടെ അടച്ചുപൂട്ടൽ, ജീവനക്കാരെ പുറത്താക്കൽ, LGBTQ-വിനെതിരായ നിയമങ്ങൾ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് US ജനത ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. 50501 എന്ന പേരിലാണ് പ്രതിഷേധം അരങ്ങേറുന്നത്. എന്താണ് 50501? 50 പ്രതിഷേധങ്ങൾ, 50 സംസ്ഥാനങ്ങൾ, ഒരു മുന്നേറ്റം എന്നാണ് ഇതിന്റെ അർത്ഥം. വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ, ബോസ്റ്റൺ തുടങ്ങി US-ലെ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധം അരങ്ങേറി. മിഡ് ടൗൺ മാൻഹൌട്ടനിലൂടെയും വൈറ്റ് ഹൌസിന് മുന്നിലൂടെയും പ്രതിഷേധക്കാർ മാർച്ചും നടത്തി. ട്രംപിന്റെ ഉപദേഷ്ടാവ് ഇലോൺ മസ്കിനെതിരെ ടെസ്ല കാർ ഡീലർഷിപ്പുകൾക്ക് പുറത്തും പ്രതിഷേധങ്ങൾ കനക്കുന്നു. ന്യൂയോർക്കിലെ പ്രതിഷേധക്കാർ പ്രശസ്തമായ സെൻട്രൽ പാർക്കിലേക്കും ട്രംപ് ടവറിലേക്കും മാർച്ച് നടത്തി. അമേരിക്കയിൽ രാജാക്കന്മാരില്ല, സ്വേച്ഛാധിപത്യത്തെ ചെറുക്കുക, കുടിയേറ്റക്കാർക്ക് സ്വാഗതം എന്നീ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമേന്തിയാണ് പ്രതിഷേധം അരങ്ങേറുന്നത്. തൊഴിലാളികൾക്ക് കൂടുതൽ അധികാരം, രാജാധികാരം വേണ്ട എന്നീ മുദ്രാവാക്യങ്ങളും ഉയർന്നു കേൾക്കാം. സാൻ ഫ്രാൻസിസ്കോയിൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്നെഴുതിയ വലിയ മണൽ ചിത്രമാണ് ഉയർന്നത്. US-ന്റെ ദേശീയ പതാക തല തിരിച്ചുപിടിച്ചും പ്രതിഷേധമുണ്ടായി. നാസി ഭരണകാലത്ത് ജർമ്മനിയിൽ നടന്നതാണ് US-ൽ ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ട്രംപ് ഭരണകൂടം സർവകലാശാലകളിലും മറ്റുമുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന രീതി തുടരുന്നതിനിടെയാണ് US ജനത തെരുവിലിറങ്ങിയത്. ട്രംപ് ഭരണത്തിനെതിരെ ഏപ്രിൽ ആദ്യവും വലിയ പ്രതിഷേധം നടന്നിരുന്നു. ഹാൻഡ്സ് ഓഫ് പ്രതിഷേധത്തിലും 10,000ങ്ങളാണ് പങ്കെടുത്തത്. ആഴ്ചകൾക്ക് മുൻപും ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു അമേരിക്കൻ ജനത. US-ലെ 50ഓളം സംസ്ഥാനങ്ങളിൽ ആളുകൾ തെരുവിലിറങ്ങി കൂറ്റൻ പ്രകടനങ്ങൾ നടത്തി. വിവാദ നയങ്ങൾക്കെതിരെ 10,000കണക്കിന് പേരാണ് പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഫെഡറൽ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ, അനധികൃത കുടിയേറ്റക്കാരുടെ മനുഷ്യത്വരഹിതമായ നാടുകടത്തൽ, ട്രാൻസ്ജെൻഡർ നയം, താരിഫ് നയം, ഗർഭചിത്ര വിരുദ്ധ നിയമങ്ങൾ, മറ്റ് വിവാദ നടപടികൾ എന്നിവയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനങ്ങൾ. വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, ഹ്യൂസ്റ്റൺ, ഫ്ലോറിഡ, കൊളറാഡോ, ലോസ് ഏഞ്ചൽസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതിഷേധക്കാർ അന്ന് റാലി നടത്തി. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് അന്ന് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നത്. പൗരാവകാശ സംഘടനകൾ, തൊഴിലാളി യൂണിയനുകൾ, LGBTQ പ്രവർത്തകർ, തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിനായി വാദിക്കുന്നവർ തുടങ്ങിയവർ ഉൾപ്പെടെ 150ലേറെ സംഘങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത്. US-ന് രാജാവ് വേണ്ടെന്നും അയാൾ ഒരു ഭ്രാന്തനാണെന്ന പ്ലക്കാർഡുകളും പ്രതിഷേധ നിരയിൽ ഉയർന്നു. ഞാൻ വല്ലാതെ ദേഷ്യത്തിലാണ്. പ്രത്യേകാധികാരവും പീഡന ആരോപണങ്ങളും നേരിടുന്ന ഒരു കൂട്ടം വെള്ളക്കാരാണ് രാജ്യം നിയന്ത്രിക്കുന്നതെന്ന് ന്യൂയോർക്കിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഷൈന കെസ്നർ എന്ന പ്രതിഷേധക്കാരി പറഞ്ഞു. എന്നാൽ രാജ്യത്തെമ്പാടും പ്രതിഷേധമുയർന്നെങ്കിലും തന്റെ നയങ്ങളിൽ മാറ്റം വരുത്താൻ പോകുന്നില്ലെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. പ്രതിഷേധത്തെ വൈറ്റ് ഹൌസ് തള്ളിക്കളയുന്നെന്നും ട്രംപ് പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.